ഹലോ, ഇന്ന് നമ്മൾ താരാൻറ്റിയുടെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാന്ന്. ആൻറ്റി ഹലോ. അപ്പോൾ ആൻറ്റി എല്ലാ ദിവസവും ഇവിടെ വരും. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി തരും. നമുക്ക് താര ഒത്തിരി വർഷമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാ. ഇപ്പം എത്ര ശ്രേയ തീരെ പൊടിയായിരുന്നപ്പോൾ വരാൻ തുടങ്ങിയതാണ്. ഒരു 15 വർഷം കണ്ടായി. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞെന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും വരത്തില്ല. താര ശരിക്കും താര രാജസ്ഥാൻ ബേസ്ഡാണ്. പക്ഷെ ഡൽഹിയിൽ സ്വന്തമായിട്ട് 3 നില വീടൊക്കെ അല്ലേടി, ഞങ്ങളെ പോലെയല്ല. താര ഭയങ്കര അമീറാണ് അല്ലേ? അമീർ എന്നല്ലേടി ഹിന്ദി പറയണത്? എന്നുവെച്ചാൽ ഒരു ഫുൾ ബിൽഡിങ് 3 നില ബിൽഡിംഗ് ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ പാവങ്ങൾ റെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങളെ ഇട്ടേച്ച് പോയില്ല ഇത്രയും വർഷമായിട്ടും. ഇടയ്ക്കൊക്കെ ഞാൻ പറയും വേണമെങ്കിൽ നിർത്തിക്കോളാൻ പറഞ്ഞാലും പുള്ളിക്കാരി ഇട്ടിട്ട് പോയില്ല. കൊറോണ ടൈമിലൊക്കെ ആ സമയത്തൊന്നും ആരും വർക്ക് ചെയ്യുന്നില്ലായിരുന്നല്ലോ. പക്ഷെ ആ സമയത്തും ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. വേറെ എങ്ങും പോകുന്നില്ല. ഇവിടെ എൻ്റെ വീട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരത്തെ ഒരുപാട് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പം മോക്കൊക്കെ ജോലിയായി, മോനും ജോലി ചെയ്യാൻ തുടങ്ങി, ഹസ്ബൻഡിനും ജോലിയുണ്ട്. അത് കാരണം ഇപ്പോൾ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ അടുത്ത് വരും. ഇത് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കി തരുന്നത്. പിന്നെ താരാൻറ്റിയുടെ സ്പെഷ്യലൊക്കെ പറഞ്ഞേടി. പുലാവ്, ചോലെ, പിന്നെ എന്താ പറാഠ, ആലു പറാഠ. ആലു പറാഠ ഈസ് ബെസ്റ്റ്. പറാട്ടയൊക്കെ പല ഡിഫറെൻറ്റ് പറാട്ട ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. അത് ഈ ഫുൽക്ക ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ പൊങ്ങി വരും. അത് അങ്ങനെ ചെയ്തെടുക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇപ്പം റോട്ടി ഉണ്ടാക്കുമ്പോഴും കാണാം ഒറ്റ ഒരു റോട്ടി പോലും അത് പൊങ്ങി വരാതിരിക്കത്തില്ല. കുഞ്ഞിലെ മുതൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാ, ആൻറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. ഇപ്പം പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ ടൈമില്ല, ഓൾവേസ് പഠിക്കണം, അപ്പം പറ്റാറില്ല. പക്ഷെ ഒരു 7 to 10 ഇയേഴ്സിൽ ഞാൻ എല്ലാ ദിവസവും ആൻറ്റിയുടെ കൂടെ വന്ന് നിന്ന് വർത്താനൊക്കെ പറയായിരുന്നു. तो आंटी आप कुछ बताओ आपके बारे में. मैंने सुना है कि मेरी रोटी सबको पसंद आती है. मेरे घर पे भी पसंद आती है. क्योंकि सब कहते हैं बहुत अच्छी रोटी, नरम रोटी बनाते हो, इसलिए. और अब खाने वाले बोलते हैं, तारीफ करते हैं, तो कुछ अच्छा ही होगा ना. और आपका न्यूज़ में फोटो आया था. और मैं भी किसी के यहाँ काम करती थी, तो मैं उनके यहाँ खाना बनाती थी. तो उनकी जो बेटी है ना, वो जर्नलिस्ट थी. तो उन्होंने मेरा खाना खाया. 1-2 बार उन्होंने खाना खाया, तो उन्होंने जाके अपने फ्रेंड सर्कल में बताया कि ऐसे ऐसे मेरी आंटी है, वो खाना बहुत अच्छा बनाती है, उनको पसंद आता था. तो वो कहते थे तुम उनका वो लेके आओ, इंटरव्यू लेके आओ कि वो खाना कैसा बनाती है, किस तरीके से बनाती है, हमें बताएंगी थोड़ा सा. फिर उन्होंने मुझे पूछा, मैंने उनको बता दिया. फिर उन्होंने मेरा फोटो लिया, सारी बातें उसमें लिखी, ये आंटी हमारे यहाँ काम करती है और इन्होंने खाना बहुत अच्छा बनाती है, बहुत अच्छी कुक है ये, तो इसलिए हम इनकी फोटो न्यूज़पेपर में छाप रहे हैं. अच्छा, अरे बहुत खुशी हुई. तो कौन सा न्यूज़पेपर था वो ये था अपने इंडिया का, ये वो क्या बोलते हैं, ടൈംസ് ഓഫ് ഇന്ത്യ. ഓഹോ, അപ്പോൾ ആൻറ്റിയുടെ ഫോട്ടോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരെ വന്നിട്ടുണ്ട് ഫോർ ഹർ സ്പെഷ്യൽ റോട്ടി. സ്റ്റോറി ഇങ്ങനെ, ആൻറ്റി ഒരു ജേർണലിസ്റ്റിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ആൻറ്റിയുടെ ഫുഡ് കഴിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം ഷീ പബ്ലിഷ്ഡ് ഹർ സ്റ്റോറി ഇൻ ദ ന്യൂസ് പേപ്പർ അലോങ് വിത്ത് എ ഫോട്ടോ. ഇത് കണ്ടോ, താരയുടെ റോട്ടി ഉണ്ടായിരുന്ന ഫുള്ള് റൗണ്ടായിട്ട് ഇപ്പം 15 റോട്ടി ഡെയിലി ഉണ്ടാക്കി തരും. ആ 15 റോട്ടിയും ഒരേ, നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയാൽ അത് ഒരേ സൈസായിരിക്കും. ഞാനുണ്ടാക്കിയ ആഫ്രിക്ക അമേരിക്ക പോലെ പല ഷേപ്പിലായിരിക്കും. ഇത് കണ്ടോ പൊങ്ങി വരുന്നുണ്ടോ, നല്ല ഇതായിട്ട് പൊങ്ങി ഇങ്ങനെ ഫുൽക്ക പോലെ തന്നെ വരും. ശരിക്കും ഗ്യാസിലിടുന്നില്ല. പണ്ടൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ എല്ലാവരും ഈ ഗ്യാസിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അത് ഹെൽത്തി അല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാനൊരിക്കലും ഗ്യാസിലിട്ടുണ്ടാക്കിപ്പിക്കാറില്ല. പക്ഷെ താര ഗ്യാസിലിട്ടുണ്ടാക്കിയാലും ശരി, ഇങ്ങനെ ഉണ്ടാക്കിയാലും ശരി, ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് നോക്കിക്കേ, ഇത് ഇങ്ങനെ പരത്തുന്നതിലാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ് താര പറയുന്നത്. എങ്ങനെ കൈസയോ ഇതുണ്ടോ, ഈ ഒരു സിംഗിൾ ഹാത്ത് ഇവിടെ പിടിച്ചിട്ട് എന്തോ ഒരു ടെക്നിക്കാണ്.
ഇനി എനിക്കിങ്ങനെ കണ്ട ഇങ്ങനെ ഈ പരത്തുന്നതിലെ ടെക്നിക്കാണ് പറയുന്നത്. പരത്തുന്നതും പിന്നെ ആട്ടയുടെ അളവും അതും ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എല്ലായിടത്തും തിക്നെസ് ഒരുപോലെ വന്നിട്ട് ആരാൻറ്റിയുടെ ചപ്പാത്തി എല്ലാം മേടിച്ച് കഴിക്കുക. ഷോൺ ഉണ്ടായിരുന്നെങ്കിൽ ഷോൺ ഓടി ഓടി വന്ന് ചപ്പാത്തി പറക്കി എടുത്തുകൊണ്ട് പോയി തിന്നാനായിരുന്നു. ഷോണിന് ധാരാളം ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടുകൊണ്ടാണ് ഷീനും കഴിക്കാനായിട്ട് പഠിച്ചത്. കണ്ട അങ്ങനെ എത്ര എളുപ്പം 15 റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് ഭയങ്കര ഫാസ്റ്റാണ്. ഒരു 10 മിനിറ്റ് പോലും എടുത്ത് കാണിയല്ല. ഞാനൊക്കെയാണ് 15 റൊട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഫുൾ ഡേ അതും പിടിച്ചിരുന്നേനായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.